നമ്മൾ ഫിഗ്മ ഡൗൺലോഡ് ചെയ്തു, ഓപ്പണായി. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. ഡെസ്ക്ടോപ്പിൻ്റെ ആപ്പിലാണ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വെബ് ബ്രൗസറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ കൺവീനിയൻറ്റ് പ്രകാരമാണ്. ഓക്കെ, ഇതൊരു ഓൺലൈൻ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ബ്രൗസറിൽ ഉപയോഗിക്കാം, നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് PC യിൽ ഉപയോഗിക്കാം. ഏറ്റവും ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഏറ്റവും മുകളിൽ ഹോം ബട്ടൺ ഉണ്ട്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൻ്റെ പേരായിരിക്കും. അക്കൗണ്ട് പേരിൻ്റെ അവിടെ ഈ ഒരു ഐക്കൺ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈലിലെ ഇമേജ് മാറ്റാം. ഒരുപാട് ആൾക്കാരായിട്ട് കൊലാബ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊഫൈൽ ഇട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം മെമ്പേഴ്സിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഐക്കൺ ഇട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫൈൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ എൻ്റെ പ്രൊഫൈൽ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് തീംസാണ്. തീംസ് നമുക്ക് ലൈറ്റ് ആക്കാം, ഡാർക്ക് ആക്കാം. ഇതെന്ന് വെച്ചാൽ ലൈറ്റ് തീം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതാണ്. ഡാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർഫേസ് ഫുള്ള് ഡാർക്ക് ആവും. എനിക്കിഷ്ടപ്പെട്ട തീം ഡാർക്കാണ്. കാര്യം ഒരു കണ്ണിനൊരു സുഖമാണ് ബ്ലാക്ക് ആയതുകൊണ്ട്. ഇത് തന്നെയുള്ള നോട്ടിഫിക്കേഷനാണ്. നമ്മളെ വർക്ക് സംബന്ധമായിട്ടുള്ള കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്തുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്ക് ഇവിടെ വന്ന് കിടക്കും. രണ്ടാമതുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ചാണ്. നമുക്ക് ഒരുപാട് ഫയൽസും കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതുപോലെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്ത് ഫയലാണോ നമ്മൾക്ക് അതൊന്നും കാണുന്നില്ല, അതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നില്ല. അതായത് നമ്മൾ എന്താണോ നമ്മൾ ചെയ്തത് അതിൻ്റെ പേജിൽ അതിൻ്റെ ഫയൽ നെയിം ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഇതുപോലെ വരും. ഞാൻ ഫിഗ്മ ബേസിക് എന്നങ്ങ് അടി ചെയ്യണം. ആണല്ലേ, ഫിഗ്മ ബേസിക്. നമ്മൾ ചെയ്ത ഫയൽ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഇനി ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഡ്രാഫ്റ്റ്സ് ആണ്. ഡ്രാഫ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കെല്ലാം ഈ ഡ്രാഫ്റ്റ്സിലായിരിക്കും വന്ന് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പ്ലസ് ഐറ്റംസ് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പുതിയ ഡിസൈൻ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പുതിയ ഫിഗ്ജാം ബോർഡ്, അത് ഈ കോഴ്സ് നമ്മൾ കവർ ചെയ്യുന്നില്ല. പിന്നെ സ്ലൈഡ് ഡെക്ക്, അത് ഫിഗ്മ ഒരു പുതിയ ഓപ്ഷനാണ്, സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണത്. അതും ഈ കോഴ്സിൽ അത് കാര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. പിന്നെ മൂന്നാമത് ഇമ്പോർട്ട്, നമുക്ക് ഫയൽ നമുക്ക് PC യിലുള്ള ഫയൽസ് ഫിഗ്മയുടെ ഫയൽസ് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അതാണ് ഡ്രാഫ്റ്റ്സിലുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റ്സിലാണ് നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുന്നത്. ഫ്രീ വെർഷൻ ആയതുകൊണ്ട് കൂടുതലും നമ്മൾ ഡ്രാഫ്റ്റ്സിലേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. പിന്നെ ടീം പ്രോജക്റ്റ്, ഓൾ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രോജക്ട്സ് എല്ലാം ഈ സൈഡിൽ ഡിസ്പ്ലേ ചെയ്യാവും. ഓക്കെ, പിന്നെ ട്രാഷ്, നമ്മൾ ഡിലീറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം ഇവിടെ വന്ന് കിടക്കും. ഓക്കെ, നമുക്കിനി തിരിച്ച് വേണമെങ്കിൽ, അതായത് നമ്മൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ട്രാഷിലാണ് വന്ന് കിടക്കുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും തിരിച്ച് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് തിരിച്ച് അവിടേക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ നമ്മൾ പ്ലാനിനെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് തന്നെയാണ്. അടുത്തത് നമുക്ക് ടീം പ്രോജക്റ്റ്, ടീമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഫ്രീ വെർഷനിൽ ലിമിറ്റേഷൻസ് തൊട്ട് ഒരു വർക്കൊക്കെ നമുക്ക് ടീമായിട്ട് ഇതിൽ കൊലാബറേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ. പിന്നെ ഇവിടെ ഒരു ബട്ടണുണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ കണ്ട അതേ ബട്ടൺ തന്നെയാണ്. അതായത് ഡ്രാഫ്റ്റ്സിൽ നമ്മൾ കണ്ടില്ലേ, ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്, ക്രിയേറ്റ് ഉള്ളത്. ഓക്കെ, പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാനും ഫിഗ്ജാം ബോർഡ്, സ്ലൈഡ് ഡെക്ക്, ഇമ്പോർട്ട്, അത് ഇവിടെ കണ്ടത് തന്നെയാണ്. നമ്മൾ ചെയ്ത ഡിസൈൻ എല്ലാം ഇവിടെ ആയിരിക്കും കാണിക്കുന്നത്. ഈ ഭാഗത്തായിരിക്കും നമ്മൾ ചെയ്ത ഡിസൈൻസൊക്കെ കാണിക്കുന്നത്. ഇതുപോലെ വന്ന് കിടക്കും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ഉണ്ട്, എക്സ്പോർട്ട് കമ്മ്യൂണിറ്റി. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻസ്പിറേഷൻ വല്ലതും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് അതിൻ്റേതായ ടെംപ്ലേറ്റും കാര്യങ്ങളും ഇവിടെ കിട്ടും. ഇവിടെ ഞാൻ ലാൻഡിങ് പേജ് നടിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ലാൻഡിങ് പേജിൻ്റെ ടെംപ്ലേറ്റ് കിട്ടും. ഇത് ചിലത് ഫ്രീ ആണ്, ചിലത് പെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് ഇൻസ്പയറായി നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. തിരിച്ചു പോകാൻ വേണ്ടി നമ്മളിവിടെ ഹോമിൽ ക്ലിക്ക് ചെയ്താൽ മതി. തിരിച്ച് നമ്മൾ പഴയതുപോലെ നമ്മളെ ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും.